ഞാനും റാഫിക്കയും ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ചോദ്യം, ഡിവോഴ്സ്ഡ് ആയോ? എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും യെസ് ഇതായിരിക്കും. ശരിക്കും പറയാലോ, ഇപ്പം നിങ്ങൾ പറയും ഇത് ആരാ ചോദിച്ചതെന്ന്. എന്നോട് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ വിചാരിച്ചല്ല. പക്ഷേ നമ്മുടെ ചക്കപ്പഴം റാഫിയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒരു കാലത്ത് ടിക്ടോക്കിലും പിന്നീട് ഇൻസ്റ്റാഗ്രാമിലും കിടിലും കണ്ടന്റുകൾ ചെയ്തു. ആ കഴിവിന്റെ പരത്തിൽ ചക്കപ്പഴം പോലുള്ള സീരിയലുകളിലേക്കും പിന്നീട് സിനിമകളിൽ വരെ എത്തിച്ചേർന്ന ചെറുപ്പക്കാരനാണ് റാഫി. ചക്കപ്പഴം എന്ന സീരിയലിലൂടെയാണ് റാഫിയെ കൂടുതൽ ആളുകൾ അറിഞ്ഞത് എന്നതുകൊണ്ടാണ് ചക്കപ്പഴം റാഫി എന്ന് നമ്മൾ വിളിക്കാൻ കാരണം. അങ്ങനെ തന്നെയാണ് റാഫി അറിയപ്പെടുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. റാഫിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷമായെന്ന് എല്ലാവർക്കും അറിയാലോ. മഹീന എന്നാണ് റാഫിയുടെ വൈഫിന്റെ പേര്. മഹീനക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഡേ ഇൻ മൈ ലൈഫും ഫാമിലി വ്ലോഗും ഇങ്ങനെ റീച്ച് ഒന്നും ഇല്ലാതെ എങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു ചാനലായിരുന്നു അത്. മഹീന മുന്ന വ്ലോഗ് എന്നാണ് ചാനലിന്റെ പേര്. ഏകദേശം 1 മാസം മുന്നേ ആ ചാനൽ ഒരു വീഡിയോ വന്നു. വി ആർ ഡിവേഴ്സ്ഡ് ഓർ നോട്ട് എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ തംബ്നെയിൽ. അത്രയും കാലം ആളവും അനക്കവും ഇല്ലാതിരുന്ന ഈ ചാനലിൽ ഈ ഒരു വീഡിയോക്ക് മാത്രം കിട്ടിയത് 2 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ആയിരുന്നു. മര്യാദയ്ക്ക് 10K പോലും തികയ്ക്കാൻ പാടുപെടുന്ന ഒരു ചാനലാണെന്ന് ഓർക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ 2 ദിവസം മുമ്പ് സെയിം ടോപ്പിക്, അതായത് റാഫിയുമായി ഡിവേഴ്സ് ആയോ എന്ന കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി മഹീന വീണ്ടും രംഗത്ത് വന്നു. ആ വീഡിയോക്ക് വലിയ റീച്ച് ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. നീയും റാഫിയും ഡിവോഴ്സ് ആയെന്ന് മഹീനയോട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് പോലും, എല്ലാരും കൂടെ സ്വൈര്യം കെടുത്തുന്നുണ്ട് പോലും. അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്നാണ് മഹീന പറയുന്നത്. ആൾക്കാർ ഇങ്ങനെ ഡിവോഴ്സിനെ കുറിച്ച് ചോദിക്കാൻ കാരണമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ മഹീനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൊടുത്തിരുന്ന പേരെന്താണെന്ന് വെച്ചാൽ മഹീന റാഫി എന്നായിരുന്നു. പിന്നീട് അത് ചേഞ്ച് ആക്കി മഹീന മുന്ന എന്നാക്കി. അതുപോലെ ഇൻസ്റ്റയിൽ മഹീന റാഫി അൺഫോളോ ചെയ്തു. ഇതൊക്കെ നോക്കിയിട്ടാണ് പോലും ആൾക്കാർ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയോ എന്ന് ചോദിച്ചു വരുന്നത്. ഇതൊക്കെ മഹീന പറയുന്നതാണ് കേട്ടോ. ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ടോ, അതോ ടിപ്പിക്കൽ ഫാമിലി വ്ലോഗേഴ്സിനെ പോലെ ഇതൊക്കെ കണ്ടന്റിന് വേണ്ടിയുള്ള മഹീനത്താത്തയുടെ ഓരോരോ നമ്പറുകളാണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് 1 മാസം മുമ്പേ മഹീനത്താത്ത ഡിവേഴ്സിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഒരു 1 വീക്കായിട്ട്, മേ ബി 1 വീക്കായി കാണും, ഒരു 1 വീക്കായിട്ട് കുറേ ആൾക്കാർ എനിക്ക് DMസിലാണെങ്കിലും അല്ലെങ്കിൽ എനിക്കിപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്ക്സ് ആണെങ്കിലും പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഞാനിവിടെ പറ്റുമെങ്കിൽ കമൻറ്റ്സ് കൊടുത്തിരിക്കാം കേട്ടോ. ഈ സൈറ്റിലൊക്കെ ആയിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ട്, ഞാനും റാഫിക്കയും ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട്. എവിടെ കമന്റ്സ്? എവിടെ? ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ട്, സൈഡ് കൊടുക്കാം എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് എവിടെ? ഒറ്റ കമന്റ് പോലും കാണാനില്ലല്ലോ. എന്ത് പറ്റി രമണ? കമന്റ്സ് കാവ്യായി പോയോ? സംഭവം ഇവരുടെ യൂട്യൂബ് ചാനൽ അരിച്ചു പെറുക്കിയിട്ടും എവിടെയും ഒരു കമന്റും ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്റ്റയിൽ അവിടെയും ഇവിടെയും ഒക്കെ ചില കമന്റ്സ് ഉണ്ട്. ഇൻസ്റ്റയിൽ ഇവർ സ്ഥിരമായി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്, ചെറിയ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചില ഫോട്ടോകളിലൊക്കെ റാഫി കമന്റ്സ് ഇടാറുണ്ട്, ഇവളെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഇത് ഇവൾ ജനുവരി 10 പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. ഇതിന്റെ മൈ ഗേൾ എന്നും പറഞ്ഞ് റാഫി കമന്റ് ഇട്ടിട്ടുണ്ട്, മഹീന റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഇട്ടതിന് ശേഷം പെട്ടെന്നൊരു ദിവസം മഹീന റാഫി എന്ന പേര് മാറ്റി മഹീന മുന്ന എന്നാക്കി. റാഫി അൺഫോളോ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇട്ട ഫോട്ടോയിലാണ് കുറച്ച് ആളുകൾ എന്ത് പറ്റി ഡിവേഴ്സ് ആയോ എന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ഇട്ടിട്ടുള്ളത്. അതങ്ങനെ കുറെ എണ്ണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും തുപ്പുന്നുണ്ടോ തൂറുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ടീംസാണ്. എന്തായാലും പേര് മാറ്റൽ ചടങ്ങിന് ശേഷം മഹീന പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയിലും റാഫി കമന്റ് ഇട്ടിട്ടുണ്ട്. ജനുവരി 16 പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണിത്. ഞാൻ സൈഡ് കാണിക്കാം. ഫോട്ടോയിൽ റാഫിയുടെയും മഹീനയുടെയും കമന്റ്സ് ഇതാണ്, അത് ഞാൻ സൈഡ് കാണിക്കാം. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. ഈ ഫോട്ടോയിലാണ് റാഫി അവസാനമായി കമന്റ് ഇടുന്നത്. അങ്ങനെ ഇടയ്ക്കിടെ ഭാര്യയുടെ ഫോട്ടോയോട് താഴെ വന്ന് കമന്റ് ഇടുന്ന ആള് പിന്നെ ഇത്രയും ദിവസമായിട്ട് കമന്റ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേന്റെ അന്ന് സിംഗിൾ ഫോട്ടോ ആണ് മഹീന പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒരുമിച്ചുള്ള ഫോട്ടോസ് ആണല്ലോ പോസ്റ്റ് ചെയ്യാറ്. എന്തായാലും മഹീന പറഞ്ഞ പോലെ ഇത്ര അധികം കമന്റ്സ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഉള്ള കമന്റ്സിന് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മഹീന പറയുന്ന ബാക്കിയോട് കേട്ടോക്കാം. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനും റാഫിക്കയും ഡിവോഴ്സ്ഡ് ആയി അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനൊരു കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു, സൺഡേ ആണ്, ഞാനൊരു വീഡിയോ, ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു Q&Aയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആരോടും എവിടെയും ഞാനൊരു മെൻഷൻ ചെയ്തു പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത്. എല്ലാവരുടെയും ചോദ്യം, ഡിവോഴ്സ്ഡ് ആയോ? എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും യെസ് ഇതായിരിക്കും. അല്ല, ഇതൊക്കെ നിങ്ങളെ വെറും തോന്നൽ മാത്രമാണ്. നിങ്ങൾ ഡിവേഴ്സ്ഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ആർക്ക് എന്ത് നേട്ടമാണുള്ളത്? എല്ലാവരും നിങ്ങൾ ഡിവേഴ്സ് ആയെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ തന്നെ വെറും ഊഹിച്ചുണ്ടാക്കുന്നത് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഒരാളുടെ ഡിവേഴ്സ് പോലുള്ള സ്വകാര്യ കാര്യങ്ങളിൽ കയറി ഇടപെടാനൊന്നും വേറൊരാൾക്കും അവകാശമില്ല. അതുപോലെ തന്നെ പേര് മാറ്റുന്നതും ഫോളോ ചെയ്യുന്നതും അൺഫോളോ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അതിലും കയറി ഇടപെടാൻ നമ്മളാളല്ല. പക്ഷെ ഇതൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ നാടകമാണോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഫാമിലി വ്ലോഗേഴ്സിനെ പലതരത്തിലുള്ള നാടകങ്ങളും എല്ലാവരും മുമ്പും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഡിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഹോട്ട് ടോപ്പിക് ആണല്ലോ, കത്തി കയറും. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം.
ശരിക്കും പറയാലോ, ഇപ്പം നിങ്ങൾ പറയുന്നത് ആരാ ചോദിച്ചതെന്ന് എന്നോട് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ വിചാരിച്ചല്ല. പക്ഷേ എന്നാ പിന്നെ വീഡിയോ ചെയ്യാതിരുന്നൂടെ? തറ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വല്ലതും ഇട്ടാ പോരെ, അല്ലെങ്കിൽ റാഫിയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞങ്ങൾ ഡിവേഴ്സ് ആയിട്ടുള്ള ഗൂസ് എന്നൊരു ക്യാപ്ഷൻ ഇട്ടാ പോരെ, സിമ്പിൾ. പക്ഷെ അപ്പൊ പിന്നെ ചാനൽ റീച്ച് ആക്കാൻ പറ്റൂലല്ലോ അല്ലേ? ബാക്കിയുടെ കേട്ടോക്കാം ഇട്ടിട്ടുണ്ട്. കാരണം അതെൻ്റെ വാപ്പച്ചീൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഞാൻ മുഹമ്മദ് എന്ന് ഇട്ടിട്ടുണ്ട്, മഹീന മുന്നാസ് എന്ന് ഇട്ടിട്ടുണ്ട്, പിന്നെ മഹീന റാഫി DQ എന്ന് ഞാൻ ഇട്ടു. ഈ ഒരു പേരിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ഇയേഴ്സ് ആയിട്ടുണ്ടാവും, 3-4 ഇയേഴ്സായി ഞാൻ ഈ ഒരു പേരിട്ടിട്ട്. അപ്പോൾ അന്ന് മുതൽ ഉള്ള ആൾക്കാരുടെ ചോദ്യമാണ്, അന്ന് മുതലല്ല, അതിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാണ്, എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നുള്ളത് അത് എൻ്റെ മാത്രം ചോയ്സാണ്. ഇപ്പോൾ അത് ഡിവോഴ്സ് ആവണം എന്ന് തന്നെ ഇല്ല. ഇപ്പം ഞാൻ മാറ്റിയത് എനിക്ക് മാറ്റണം എന്ന് തോന്നി, ഞാനത് മാറ്റി എൻ്റെ മഹീന മുന്നാന്നിട്ടു. അതിപ്പോൾ നിങ്ങൾക്ക് പലതും ചിന്തിച്ചെടുക്കാം, പലതും നിങ്ങൾക്ക് ചിന്തിക്കാം, പലതും കരുതാം, ഇതെന്താ അവൾ അങ്ങനെ മാറ്റി, ഇതെന്താ ഇവൾ ഇങ്ങനെ മാറ്റി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതിലൊരു പ്രശ്നവും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം, പല ആൾക്കാരും ഡിവോഴ്സ് ആയവർ പേര് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവർ പേര് മാറ്റുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാനും ആ ഒരു രീതിയിലായിരിക്കും പേര് മാറ്റിയതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല. നിങ്ങളെ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നിങ്ങൾ ശരി തെറ്റിദ്ധരിപ്പിച്ചല്ലോ അല്ലേ? എന്നാ മതി, അങ്ങനെ ആയാ മതി. എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഡിവേഴ്സിനെ സംബന്ധിച്ച് ഒരു കമന്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ആ കമന്റ് ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് ഡിവേഴ്സ് കൊടുത്തത്? പെട്ടെന്ന് ഒന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് ഡിവേഴ്സ് കൊടുത്തത്? ഒരു മുഖവരെയും ഒന്നുമില്ല. ആ ചോദ്യത്തിന് തന്നെ എന്തോ വശപ്പിച്ചേക്കില്ലേ, ആരോ പറഞ്ഞേൽപ്പിച്ച് കമന്റ് ഇട്ട പോലുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കമന്റ് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? ഡിവേഴ്സോ, എന്ത് തേങ്ങ ഇവൻ പറയുന്നത് എന്നല്ലേ? പക്ഷെ മഹീന ഇതിന് കൊടുത്ത റിപ്ലൈ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ അതിന് ഡിവേഴ്സ് ആയി എന്ന് എവിടെയും പറഞ്ഞു, എനി പ്രൂഫ്? ഡിവേഴ്സ് എന്നുള്ള വിഷയം എങ്ങനെ വന്നല്ലേ ഇങ്ങനെ ഒരു കമന്റ് ആണെന്ന് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ ഇവിടെ മഹീൻ ഓൾറെഡി ഇതൊക്കെ മനസ്സിൽ കണ്ട പോലാണ് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. എന്തോ എന്തായാലും 2 ദിവസം മുമ്പേ ഇതേ ടോപ്പിക്ക് കുത്തിപ്പൊക്കിക്കൊണ്ട് മഹീൻ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതും കൂടി കണ്ടോക്കാം. കഴിഞ്ഞിട്ട് പിന്നെന്താ, റാഫിക്കായെ കാണാനില്ലല്ലോ, റാഫിക്കായെ ഒഴിവാക്കിയോ? റാഫിക്കായെ ഒഴിവാക്കിയത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ ഇന്ന് വരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വായിൽ വന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ചിലപ്പോൾ സാഡ് സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം. ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്ന് ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. കാരണം അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ സന്തോഷം. ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അവരാരും വന്ന് ചോദിക്കില്ല. അത് പൊതുവേ അങ്ങനെയാണ്, എന്താ പറ്റി അങ്ങനെ ഇങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്, ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരുടെ കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത്. അതിൽ എന്താ പറയുക, 1% പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് ആ കമൻറ്റിന് വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയേ, പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറയട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനും റാഫിക്കയും പിരിഞ്ഞിട്ടുമില്ല. പിന്നെ എല്ലാവർക്കും സമാധാനമല്ലോ. റാഫിക്കും അതിനകത്താദ്യം പിരിഞ്ഞിട്ടില്ല. ഇനി അതിന്റെ പേരിൽ കച്ചറോടുണ്ട്. ഇനി ഇങ്ങനെ ആരും ഇവരുടെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും പോയി ചെന്നും കഴിഞ്ഞിട്ട് ഡിവേഴ്സ് ആയോ എന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോരോ വീഡിയോകളായിട്ട് മഹീനത്താത്ത തന്നെ കാര്യങ്ങൾ പറഞ്ഞോളൂ. പിന്നെ മഹീനെ തന്നെ ഇത്തരം ചോദ്യങ്ങളോടൊന്നും ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ വീഡിയോ ചെയ്യരുത്. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന് വിചാരിച്ച് തള്ളിക്കളയണം, അല്ലെങ്കിൽ നൈസായിട്ട് ഡീൽ ചെയ്യാൻ കഴിയണം. ഇതിന് രണ്ടിനും കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഫാമിലി വ്ളോഗ് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് വരരുത്. ഈ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ തന്നെ തട്ടിപ്പ് പരിപാടിയാണ്. പിന്നെ ആരെങ്കിലും ഒന്ന് പേര് മാറ്റുമ്പോഴേക്കും ഡിവേഴ്സ് ആയൊന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്നതും അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇങ്ങനെ കമന്റ് ഇടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു കമന്റ് കൂടി വെച്ചിട്ട് നിർത്താം. നിങ്ങളുടെ ഹസിന്റെ പിക്ക് ഒന്നും കാണാറില്ലല്ലോ, ഇത് എന്ത് പറ്റിയ റാഫിക്ക്? ഒന്നും പറ്റിയില്ലടാ, ഡിവേഴ്സ് ആയെന്ന് തോന്നുന്നു, ഈ അടുത്തായിട്ടും ആവുമെന്ന് തോന്നുന്നു. അവൻ ആളത്ര ശരിയല്ല, എന്തോ കുഴപ്പമുണ്ടോ എനിക്ക്. അവൻ എല്ലാവർക്കും ബാഡായി മെസ്സേജ് അയക്കും, താല്പര്യമുണ്ടോ ചോദിച്ചിട്ട്. കാര്യങ്ങൾ ഏതൊക്കെ വഴിക്കാണ് പോകണമെന്ന് കണ്ടല്ലോ. ആൾക്കാരെന്തൊക്കെയോ അടിച്ചെറുക്കുന്നുണ്ട്. റാഫിയുടെ സ്വഭാവം ശരിയല്ല, കളി ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട് എന്നൊക്കെയാണ് കമന്റിൽ അടിച്ചു വെച്ചേക്കുന്നത്. അതും മഹീന റിപ്ലൈ കൊടുത്ത ഒരു കമന്റിന് താഴെയാണ് ഇതെല്ലാം വന്നതെന്നും കൂടി ഓർക്കണം. സ്വന്തം ഭർത്താവിനെതിരെ ഇമാതിരി കമന്റ് വന്നിട്ടും യാതൊരു റിപ്ലൈയും കൊടുക്കാത്ത ആളാണ് ഇപ്പൊ കമന്റ് റിയാക്ഷൻ എന്നും പറഞ്ഞു ഓരോരോ വീഡിയോ ഇടുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. അറ്റ്ലീസ്റ്റ് ആ കമന്റ് ഡിലീറ്റ് ആക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ഇനിയിപ്പോ കാണാത്തതാണോ അതോ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തതാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. കൂടുതൽ ടോപ്പിക്കുമായി വീണ്ടും കാണാം.